നമസ്കാരം സുഹൃത്തുക്കളെ. You know one thing? We are from a state which is ruled by the Marxist Party, the Communist Party. Oh, I'm so sorry to hear that. I'm really sorry. Why? Is that a bad party? You are from Cuba. Yes. So there you go. That's the answer. ക്യൂബക്കാരനാണ് അദ്ദേഹം. നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ? പുറകിൽ ചെഗുവേരയുടെയൊക്കെ ഫോട്ടോയൊക്കെ കാണാവേ. അവിടെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പോയൊരു മലയാളി, ബൈജു നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ വണ്ടിയുടെയൊക്കെ കാര്യം വീഡിയോ ഒക്കെ ഇടുന്ന ഒരു മനുഷ്യനാണ്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചില വീഡിയോ ഒക്കെ വൈറലാവാറുണ്ട്. കാരണം ചില രാഷ്ട്രീയ പരാമർശം കൂടെ അതിനകത്തൂടെ തിരികെ കയറ്റി അയാൾ വീഡിയോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇയാൾ ഒരിക്കൽ ക്യൂബയിൽ പോയ സമയത്ത് ഒരു ക്യൂബക്കാരനെ ഇവിടെ വെച്ച് കൊണ്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ നിന്നാണ് ഞാനും വരുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഓർത്ത് സഹതപിക്കുന്നു എന്ന തരത്തിലാണ് അയാൾ മറുപടി കൊടുക്കുന്നത്. അടുത്ത ഭാവം കാണുമ്പോൾ നമുക്കറിയാം ക്യൂബയുടെ അവസ്ഥ. ഇതേ സ്ഥലം കണ്ടല്ലോ, അതേ സ്ഥലത്ത് ഇതാ വേറൊരു മഹതി കൈയും ചുരുട്ടി പോയി നിൽക്കുന്ന കാഴ്ച നോക്കും. അല്ല, എനിക്ക് പലപ്പോഴും ഇവരോട് ചോദിക്കണമെന്നുണ്ട്. ഇവർ ഇത്തരക്കാർ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ തുണിസഞ്ചി പോലുള്ള സാധനം കാണും, അത് ചുവല കളറിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഇത് കാണും ഇതുപോലെ വല്ല ചെഗുവേരിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ഫിഡൽ കാസ്ട്രോയോ അല്ലെങ്കിൽ ഈ കാർൽ മാക്സിൻ്റെയൊക്കെ കുഴിച്ചിട്ട സ്ഥലത്തെത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ കൈയും ചുരുട്ടി പിടിച്ച് നിൽക്കുന്ന കാണാം. എന്താ ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ അവിടെ പോയിട്ട് പുഷ്പാർച്ചന നടത്തുന്നത് കാണാം. എന്നിട്ട് അവിടെ ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ആര് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ പറയുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാവില്ല, മരിച്ചു പോയ ആൾ കേൾക്കത്തുമില്ല. പിന്നെ എന്തിനാണ് ഇവർ ഇത്രയും കലാപരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതേ കൂട്ടർ തന്നെ ഹൈന്ദവരുടെ വിശ്വാസങ്ങളെ പരിഹസിക്കുകയും ചെയ്യും. അപ്പോൾ സമാനമായിട്ടുള്ളൊരു കാര്യമാണിപ്പോൾ. ആ പരിസരത്തെങ്ങും ഒരാളെ കാണാനില്ല. PK ശ്രീമതി എന്ന് പറഞ്ഞാൽ മുൻ സംസ്ഥാന മന്ത്രി അവിടെ ചെന്നിട്ട് കൈ ചുരുട്ടി ഇങ്ങനെ പിടിച്ചെടുത്ത് ഫോട്ടോ എടുത്തിട്ട് അവരുടെ ഫേസ്ബുക്കിലോട്ട് ഇടുകയാണ്. എന്താണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? അത് നശിച്ച് നാറാണക്കല്ല് പിടിച്ചിരിക്കുന്ന ഒരു രാജ്യത്ത് ചെന്നിട്ടാണ്. എന്തിനാണ് അവർ പോയതെന്ന് അറിയാമോ? ഞാൻ കഴിഞ്ഞ ദിവസം അത് വീഡിയോ ചെയ്തിരുന്നു. ഇവിടെ നിന്ന് മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ നിന്ന് ജീവൻ രക്ഷാ മരുന്നുകൾ ക്യൂബയ്ക്ക് കൊണ്ടുപോയതാണ്. കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ സർക്കാർ തന്നെ ചെയ്യും, അങ്ങോട്ട് അയച്ചു കൊടുക്കും. ക്യൂബയിലെ അവിടുത്തെ പ്രതിനിധികൾ അത് ഏറ്റുവാങ്ങിക്കോളും, അല്ലെങ്കിൽ ഇന്ത്യൻ എംബസി ഉണ്ട്, അവർ ചെയ്തോളും. പക്ഷേ അതിൻ്റെ കൂടെ സർക്കാർ ചെലവിൽ തന്നെ പോയതാണെന്ന് തോന്നുന്നു ഈ മുൻ MPയും മന്ത്രിയുമൊക്കെ ആയിരുന്ന PK ശ്രീമതി. എന്നിട്ട് അവിടെ ചെന്ന് കാണിക്കുന്ന ഷോയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രോളന്മാരുടെ 2 ദിവസത്തെ ട്രോൾ മെറ്റീരിയലായി മാറിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് അവിടുത്തെ 2 സ്ത്രീകളുടെ ഇടയ്ക്ക് നിന്നൊരു ഫോട്ടോ എടുക്കുന്നു. അവരതിന് ന്യായീകരണമായിട്ട് പറഞ്ഞ ആ കൂട്ടത്തിൽ സാരി ഉടുത്ത് എന്നെ കണ്ടു, അതുകൊണ്ടുള്ള കൗതുകം കൊണ്ടുവന്ന് ഫോട്ടോ എടുത്തത്. അല്ലാതെ പിന്നെ ക്യൂബയിൽ സാരി ഉടുത്ത് വേറെ ആരാണ് നടക്കുന്നത്? അവിടെ ഇനി മലയാളി എന്നപ്പോഴാണ് സാരി ഉടുത്ത് നിൽക്കുന്നത്. എന്തായാലും ഒരു കാര്യത്തെ സമ്മതിക്കണം, അവർ ഇന്ത്യ വിട്ട് ക്യൂബയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ക്യൂബയിലെ വേഷം ധരിക്കാം എന്ന് വിചാരിച്ചില്ലല്ലോ. വേറെ ചിലരൊക്കെ അങ്ങനെയൊക്കെയാണ്. വേറെ ചിലർ ഇവിടെ മുണ്ട് കൊടുത്ത് നടക്കും, അമേരിക്ക ചെല്ലുമ്പോൾ അവിടെ കോട്ട് സൂട്ടും, അത് പാകമാവാത്ത കോട്ട് സൂട്ടിട്ടുകൊണ്ട് നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അവിവേകത്തിന് എന്തായാലും PK ശ്രീമതി മുതിർന്നില്ല എന്നതിൽ അത്രയും ആശ്വാസം. എന്നാലും മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുകയാണ്, ചെഗുവേരയുടെ ഫോട്ടോ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് ഒരു ആളെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച് കൈ ചുരുട്ടി ഇങ്ങനെ പിടിച്ച് എന്തുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതും നശിച്ച് നാറാണക്കല്ല് പിടിച്ച് അയ്യോ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി വല്ല മരുന്നെന്തായോ അല്ലെങ്കിൽ ഞങ്ങൾ ചത്ത് പണ്ടാരം അടങ്ങി പോകുകയോ എന്ന് പറയുന്ന ഒരു ജനത അവിടെ കിടന്ന് കരഞ്ഞു കൂവി വിളിക്കുമ്പോൾ ഇവിടെ ഇന്ത്യ പോലുള്ള മഹാമനസ്കതയുള്ള രാജ്യം ഭരിക്കുന്ന രാഷ്ട്രത്തലവന്മാർ അങ്ങോട്ടേക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ കൊടുക്കുന്നു. ആ സംഘത്തിൻ്റെ കൂടെ പോയിട്ട് അവിടെ ചെന്നിട്ട് അതെന്തോ വലിയ മേന്മയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ രാജ്യം അവിടെ കൊള്ളാവുന്ന ഒരു സ്ഥലം അത് മാത്രമാണ്, വേറെ സ്ഥലമൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് ഇങ്ങനെ കൈയുരുട്ടി കാണിക്കുകയാണ്. അല്ല, എന്താ ശരിക്കും ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തോ